അതാണ് അപ്പൊ സിറ്റുവേഷൻ. എംപിയുടെ കാര്യം ഇങ്ങനെ തന്നെ നല്ല, പക്ഷെ എംപിക്ക് നല്ല പ്രതിഫലവും ആനുകൂല്യങ്ങളും ഉണ്ട്, ഉണ്ടല്ലേ? സൗകര്യങ്ങളുണ്ട്. പക്ഷെ ഹാർഡ് വർക്ക് ചെയ്യണ്ടേ? കാരണം ഇപ്പം മലയാളം മാത്രം അറിയാവുന്ന ഒരാൾ ഡൽഹിയിൽ വന്ന് പെട്ട് കഴിഞ്ഞാൽ എന്നോട് കെ.പി. ധനപാലൻ ചേട്ടനെ അതെ. ഓർമ്മയുണ്ട്. ധനപാലൻ ചാലക്കുടി. ചേട്ടൻ എം.പി ആയിരുന്നു ആ ഉം. സമയത്ത് തന്നെ. ഉം. അപ്പോൾ ഈ കൺസൾട്ടേറ്റീവ് കമ്മിറ്റീസിലേക്ക് വരുമ്പോൾ ധനപാലൻ ചേട്ടൻ്റെ തൊട്ട് പിന്നിൽ ഞാൻ ചെന്നിരിക്കും. ഉം. അപ്പോൾ ധനപാലൻ ചേട്ടനിലെ ബണ്ടിൽ, പാർലമെൻ്ററി ബണ്ടിൽ അങ്ങോട്ട് പൊട്ടിച്ച് നോക്കി കഴിയുമ്പോൾ മൊത്തം ഹിന്ദിയിലുള്ള നോട്ട്സാണ്. ധനപാലൻ ചേട്ടൻ ചായ കുടിയും കുറേ നേരം എന്നെ നോക്കിയിരിക്കും. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ ബോറടിച്ചോ എന്ന് ചോദിച്ചാൽ ഉള്ളത് പറയാലോ. എനിക്ക് അന്ന് ആ നമ്മുടെ ഇരിഞ്ഞാലക്കുട ഭാഗത്ത് നിന്ന് എവിടുന്നാണ് എം പി ചാലക്കുടി. ചാലക്കുടി ആ. ചാലക്കുടി ഭാഗത്തു നിന്നാണ്. അപ്പോൾ എന്നോട് പറയും ഉള്ളത് പറയാലോ, ആ മുനിസിപ്പൽ ചെയർമാനായിട്ട് കിട്ടിയിരുന്നെങ്കിൽ ഞാനിത് കളഞ്ഞ് വെച്ചങ്ങ് പോകാമായിരുന്നു. കാരണം ഈ ബണ്ടിൽ എന്ത് ചെയ്യാനാണ് ഇതിനകത്ത് കയറി? ഇപ്പോഴും ട്രാൻസ്ലേഷൻ ഇല്ലേ? ഇപ്പം മാറ്റം ഉണ്ടെന്ന് തോന്നുന്നു. കൂടുതൽ മെറ്റീരിയൽ ഹിന്ദി തന്നെ ആയിരിക്കും. നോട്ട്സ് കുറേ ഇംഗ്ലീഷിൽ വരും. ഉം. ഇനിയിപ്പോൾ ഇംഗ്ലീഷിലും അത്ര ഫ്ലുവൻ്റ് അല്ലെങ്കിൽ അല്ലെങ്കിൽ സംസാരിക്കാനുള്ള അവസരങ്ങൾ ഇപ്പോഴും കുറവ്. കുറവായിരിക്കും. ആ മീറ്റിങ്ങിൽ 2 ആളുകളും ഹിന്ദിയിൽ അധികം ഫ്ലുവൻ്റ് ആയിട്ട് അങ്ങ് സംസാരിക്കുക. അപ്പോൾ അത് മൊത്തം മനസ്സിലായില്ല. പിന്നെ നമ്മൾ കയറി ഇൻ്റർഫിയർ ചെയ്ത് ഇതിൻ്റെ ഒരു തുണ്ട് കടിക്കാമെന്നുള്ളതല്ലാതെ. ചുമ്മാല്ല നമ്മുടെ ഈ സുധാകരൻ ഈ പോരാൻ ബഹളം വെക്കുന്നത്. ഞാനത് ഈ കമൻറ്റ് ചെയ്യുന്നില്ല, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമല്ലേ. അതുകൊണ്ട് പക്ഷേ ദ പോയിന്റ് ഈസ്, ഒരു സ്റ്റേജിൽ അന്ന് മിക്കവാറും അന്ന് കെ.വി. തോമസ് സാർ മാത്രമല്ല 7 മന്ത്രിയുണ്ട് കേരളത്തിൽ നിന്ന്. അതെ. എല്ലാവരും ആ സമയം സെക്കൻഡ് മൻമോഹൻ സിംഗ് 7 പേരുണ്ട്. വേണുഗോപാല്, കൊടിക്കുന്നില്, മുല്ലപ്പള്ളി. അവരുടെ ടൂർ പ്ലാൻ നോക്കിക്കഴിഞ്ഞാൽ മിക്ക ദിവസവും കേരളത്തിൽ തന്നെ ആയിരിക്കും. കാരണം ഇവിടെയാണ് ഒരു സുഖം. ഇവിടെ അംഗീകാരമുണ്ട്, സ്നേഹമുണ്ട്, മലയാളത്തിൽ പറയാൻ കാര്യമുണ്ട്, കേൾക്കാൻ ആളുണ്ട്. മറ്റേതെന്ന് പറയുന്ന ഒരു ടെക്നോപോളിസ് അല്ലേ. ഒന്ന് ലോബിയിങ് ഗ്രൂപ്പുകൾ, അല്ലെ എം പിമാർ, അല്ലെങ്കിൽ വലിയ എക്സ്പോർട്ടേഴ്സ്, ഇമ്പോർട്ടേഴ്സ്, ഇവരെല്ലാം വന്ന് പറയുന്ന കാര്യം പല ട്രാൻസ്ലേഷൻ കഴിഞ്ഞാലേ ആളുകൾക്ക് മനസ്സിലാകത്തേ ഉള്ളൂ. അതൊരു പ്രത്യേക ലോകമാണ്. ഞാൻ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നതെന്നുള്ളത്.